ശ്രീജിത്ത്, നമുക്കറിയാം ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഒരേപോലെ അവരുടെ മേഖലകളിൽ മെച്ചപ്പെട്ടവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ നിന്ന് അവിടെ വന്ന് മത്സരിച്ചു എന്ന് പറയുമ്പോഴും രാഹുൽ അവിടെ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. കൂടാതെ ഷാഫിയുടെ പിന്തുണ രാഹുലിനുണ്ട് എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. നേതാക്കളെല്ലാവരും സതീഷിനടക്കം കൃത്യമായി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിച്ച പശ്ചാത്തലം രാഹുലുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ പ്രാദേശികമായി ഉണ്ടായിരുന്ന എതിർപ്പുകൾ ഒരു പരിധിവരെ അതിജീവിക്കാൻ ഒരുപക്ഷെ രാഹുലിന് സാധിച്ചിട്ടുണ്ടാവാം. മറുവശത്ത് സരിനെ സർവ സന്നാഹങ്ങളോടെയും CPM സ്വീകരിക്കുന്ന നമ്മൾ കണ്ടു. ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ് എങ്കിൽ പോലും സരിന്റെ പ്രൊഫഷണൽ മികവ്, സംസാരത്തിലുള്ള പ്രത്യേകതകൾ, ഒപ്പം പെട്ടെന്ന് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവ്, അതൊക്കെ CPM വളരെ കൃത്യമായി ഉപയോഗിക്കുകയും അവരുടെ സ്ഥാനാർത്ഥിയായി ഒട്ടും അസ്വാരസ്യങ്ങളില്ലാതെ അവർ എത്തിച്ചു. ഒപ്പം കൃഷ്ണകുമാർ ആകട്ടെ പ്രാദേശികമായി ഏറെ സ്വാധീനമുള്ളയാളും ആ പ്രദേശത്തിന് വളരെ കൃത്യമായി BJPക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളും. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കിയാൽ, മുന്നണികളുടെ പ്രചരണ തിളക്കം നോക്കിയാൽ പ്രവചിക്കാനാവില്ല ഒട്ടും ആരാണ് ജയിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു മുൻതൂക്കം ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഈ അവസാന ഘട്ടത്തിൽ പറയാനാകുമോ ശ്രീജിത്ത്? ഒരു തരത്തിലും അങ്ങനെ പറയാൻ കഴിയില്ല രഞ്ജിത്ത്. നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ UDF ജയിച്ചു കയറും എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ അടിയൊഴുക്കുകൾ ഏറ്റവും ശക്തമായി നടക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അത്രത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഓരോ പാർട്ടിയും നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ പറഞ്ഞ പോലെ BJP CPM ഈ രണ്ട് ഫാക്ടറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പ്രാദേശികമായി സ്വാധീനമുള്ള BJP, അവർ RSS താഴെത്തട്ടിൽ പണിയെടുത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. തൊട്ടിപ്പുറത്ത് സരിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണൽ മികവ് എന്ന നിലയിൽ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് അടുക്കാൻ സരിന് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ CPMന് നേരത്തെ കിട്ടിയ വോട്ടുകൾ കൂടാതെ സരിന് വ്യക്തിപരമായും വോട്ടുകൾ സമാഹരിക്കുമെന്ന് CPM കരുതുന്നു. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അത്രത്തോളം പ്രചരണവും CPM മുൻകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള പ്രചരണവും പാലക്കാട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പുറമെ പല കാഴ്ചകളിലും എന്തെങ്കിലും ഒരു മുൻതൂക്കം പ്രവചിക്കാൻ കഴിഞ്ഞാൽ പോലും അങ്ങനെ മാത്രം നമുക്ക് പാലക്കാട്ടുകാരുടെ കണ്ണിൽ നോക്കി മാത്രം ഇതങ്ങനെ വിലയിരുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. അത്രത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും നേരത്തെ VD സതീശൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏതാണ്ട് മുഴുവൻ സമയവും ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പുറത്ത് CPMൻ്റെ ഗോവിന്ദൻ മാഷ് പലതവണ വന്നു. അതിനപ്പുറത്തേക്ക് CPMൻ്റെ ഏതാണ്ട് എല്ലാ സംഘടനാ സംവിധാനവും ഇവിടെ കേന്ദ്രീകരിച്ച് നടന്നൊരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ അത് പലതരത്തിലുള്ള പല തെരഞ്ഞെടുപ്പുകളിലും CPM വോട്ട് ലഭിച്ചാണ് കോൺഗ്രസ് ജയിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ട്. പലരും തുറന്ന പരസ്യങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ CPM അത്രത്തോളം വോട്ട് സ്വന്തമായ നിലയിൽ പിടിച്ചാൽ പിന്നെ എങ്ങനെ രാഹുൽ ജയിക്കും? ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. ഇതൊരു ചോദ്യം മാത്രമാണ്. ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ്. ഇപ്പോൾ ഒരു സന്ദീപ് വാര്യരെ വഴി ചില വോട്ട് പിടിക്കാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു തരത്തിലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് BJPയും RSSും പറയുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ പല തരത്തിലുള്ള കണക്കുകൂട്ടലും വാദപ്രതിവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇത് പാലക്കാടൻ രാഷ്ട്രീയത്തിലുണ്ട്, പാലക്കാടൻ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സങ്കീർണമാണ്, പ്രവചനാതീതമാണ് പാലക്കാടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം ശ്രീജിത്ത്, ഇന്ന് ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം അത് വല്ലാത്ത തരത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം സന്നാഹങ്ങൾ ഒരുക്കും. ഒട്ടും പുറകോട്ട് പോകാൻ പറ്റില്ല മൂന്ന് പേർക്കും. അത് എവിടെ വെച്ചൊക്കെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു, എന്തൊക്കെ ക്രമീകരണങ്ങൾ പാലക്കാട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്ന്? വലിയ റോഡ് ഷോകളായാണ് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികളെല്ലാം കടക്കുന്നത് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് കൊട്ടിക്കലാശത്തിന് തുടക്കമാകുക. അത് ഒലവക്കോട് നിന്ന് UDFൻ്റെത് ആരംഭിക്കുന്നു, ഇപ്പുറത്ത് മേലാമുറിയിൽ നിന്ന് BJPയുടേത് ആരംഭിക്കുന്നു. അങ്ങനെ നഗരത്തിൽ നിന്ന് തന്നെയാണ് CPMൻ്റെത് ആരംഭിക്കുന്നത്. അങ്ങനെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ഒരു വരവ് വരും. അത് വലിയ ആൾക്കൂട്ടവുമായിട്ടായിരിക്കും വരിക. ഇത് കേവലം ഇന്നൊരു ദിവസം നടക്കുന്ന കൊട്ടിക്കലാശമെന്ന് നമുക്ക് കരുതാനേ വയ്യ. അതിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി എല്ലാ ദിവസവും വൈകുന്നേരം ഇത് തന്നെയാണ്. മൂന്ന് മുന്നണികളും വലിയ റോഡ് ഷോകൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഒരുക്കങ്ങളിലാണ്, കൊട്ടിക്കലാശം വർണ്ണാഭമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. അതേസമയം തന്നെ രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയുള്ള പ്രചരണവും തുടരുകയാണ്. രഞ്ജിത്ത്.
അതാണ് സാഹചര്യം. ഏതായാലും പാലക്കാട്ട് വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്നിതാ കൊട്ടിക്കലാശത്തിലെ കാര്യങ്ങൾ കടക്കുകയാണ്. കൊട്ടിക്കലാശത്തിലെ ആവേശം ഒട്ടും കുറയില്ല. നേരെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കൊട്ടിക്കലാശത്തിന്റെ പ്രതീതിയാണ് അവിടെ. വലിയ വലിയ റോഡ് ഷോകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ റോഡ് ഷോ ഒക്കെ നമ്മൾ കണ്ടു. ഇന്നലെയും റോഡ് ഷോസ് ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആവേശത്തിലാണ്, മുന്നണികളും പ്രവർത്തകരും ആവേശത്തിലാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഇന്ന് 2 മണി മുതൽ 6 മണി വരെ പാലക്കാട് നഗരം ഈ മുന്നണികളുടെ പ്രചരണ കോലാഹലത്തിൽ നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദേശീയ തെരഞ്ഞെടുപ്പ്